LDF പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് രാഹുലിന് വൈദ്യപരിശോധന നടത്തിയത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. അല്പം മുൻപാണ് വിദഗ്ധ പരിശോധനയ്ക്കായി രാഹുലിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുലിന് വിദഗ്ധ പരിശോധന നിർദ്ദേശം നൽകിയത്. അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുലിന് ജാമ്യാപേക്ഷ പരിഗണിക്കവേ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് രാഹുൽ പറയുകയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കോടതി വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാം എന്ന് നിർദ്ദേശിച്ചത്. രാഹുൽ കരുതിക്കുട്ടി അക്രമം കാണിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ എന്നായിരുന്നു പോലീസിന്റെ വാദം. അതിന് പിന്നാലെയായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് രാഹുൽ വ്യക്തമാക്കിയത്. രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് വിദഗ്ധ പരിശോധനയ്ക്ക് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം മടങ്ങിയിരിക്കുകയാണ്. വീണ്ടും കോടതിയിൽ ഹാജരാക്കും എന്നാണ് കരുതേണ്ടത്. പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. രാഹുലിനെ റിമാൻഡ് ചെയ്യണം എന്നാണ് പ്രോസിക്യൂഷൻ, അതായത് പോലീസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ജാമ്യം നൽകണം, ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ചികിത്സയിൽ തുടരുകയാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. രാവിലെ വാദപ്രതിവാദങ്ങൾ കോടതിയിലുണ്ടായി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വിധി പറയാൻ കോടതി മാറ്റുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം കോടതി ചേർന്നപ്പോഴാണ് വിദഗ്ധ വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. രാവിലെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏറെ നേരം വാഹനം തടഞ്ഞിട്ടു. പോലീസ് ഇടപെട്ട് ആണ് പ്രവർത്തകരെ മാറ്റി വാഹനം മുന്നോട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടാമത് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ വലിയ പോലീസ് സന്നാഹമാണ് ഉണ്ടായിരുന്നത്. വലിയ പോലീസ് സുരക്ഷയിലാണ് രാഹുലിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. ദൃശ്യങ്ങളിൽ കാണാം. ജനറൽ ആശുപത്രിയിൽ വലിയ പോലീസ് സുരക്ഷയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചത്. ഇപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നൊരു റിപ്പോർട്ടാകും നൽകുക എന്നാണ് ലഭിക്കുന്ന വിവരം. വൈദ്യപരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായില്ല. ന്യൂറോ പരിശോധനയിൽ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് PR പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ഏറ്റവും പുതിയ വിവരം വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത്. ഈ മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും കോടതി ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമെടുക്കുക. ആന്തരികമായോ ആന്തരിക അവയവങ്ങൾക്കോ പുറത്തോ മുറിവുകളോ മറ്റോ ഇല്ല എന്നുകൂടി മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട്. നിലവിലെ ആരോഗ്യസ്ഥിതി സ്റ്റേബിളാണ്. ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോഴില്ലെന്നും ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ റിപ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആന്തരികമായോ പുറത്തോ മുറിവുകളോ മറ്റോ ഇല്ല, ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ഏറ്റവും പുതിയ വിവരങ്ങളാണ്. PR പ്രവീണ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കോടതി ഇതിൽ തീരുമാനമെടുക്കുക. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ലായിരുന്നു രാഹുലിനെ ഹാജരാക്കിയത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന രാഹുലിന്റെ വാദവും മെഡിക്കൽ റിപ്പോർട്ടുകളും പരിഗണിച്ചുകൊണ്ടായിരുന്നു രണ്ടാമത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതി നിർദ്ദേശിച്ചത്. തൊട്ടു പിന്നാലെ റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇപ്പോഴത്തെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. രാഹുലിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ന്യൂറോ പരിശോധനയിൽ പ്രശ്നങ്ങളില്ല എന്ന കണ്ടെത്തലാണ് മെഡിക്കൽ സംഘം നടത്തിയിരിക്കുന്നത്. ആന്തരികമായോ പുറത്തോ മുറിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്.